ചെറിയ നാരങ്ങ വെച്ചിട്ട് ചെയ്യുന്ന ഒരു അച്ചാറല്ല, കറിന്നാട്ടോ ഇതിന് പറയാ. ഒരു 2, 3 നാരങ്ങയൊക്കെ മതി. പെട്ടെന്ന് കൂട്ടുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് കൂട്ടി തീർക്കുകയും വേണേ. ഗണപതി നാരങ്ങ വെച്ചിട്ട് ഇതുപോലെ നാരങ്ങാക്കറി ഉണ്ടാക്കുന്ന കുറേ വീഡിയോകൾ കണ്ടേ. ഗണപതി നാരങ്ങ കറി നാരങ്ങ എന്ന് പറയുന്ന പോലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇത് എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്, പയ്യന്നൂർ ഭാഗത്തേക്കൊക്കെ കേട്ടോ. അതായത് 2, 3 നാരങ്ങയേ ഉള്ളൂ, അച്ചാർ ഇടാനുള്ളതും ഇല്ല. എന്നാൽ പിന്നെ അച്ചാറിന് പകരമായിട്ട് എന്തെങ്കിലും കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ നാരങ്ങാക്കറി ഉണ്ടാക്കുക കേട്ടോ. രാവിലെ ദോശയ്ക്ക്, ഉപ്പുമാവിന് അങ്ങനെയൊക്കെ കൂട്ടുകയും ചെയ്യാം. ഉച്ചയ്ക്ക് ചോറിനും എടുക്കേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങ മുറിച്ച് വെക്കണം. കുറച്ച് പുളി, എൻ്റെ പുളി നല്ല കറുത്ത പുളിയാണ്, അതുകൊണ്ട് എനിക്ക് ലേശം മതി. നമ്മളിപ്പോൾ 3 നാരങ്ങ മാത്രം വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. 3 നാരങ്ങ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ മുറിച്ചിട്ടുണ്ട്. 4 കഷ്ണാക്കി മുറിച്ചതാണേ. എൻ്റെതിൽ ഇപ്പോൾ പഴുത്ത നാരങ്ങയും പച്ച നാരങ്ങയും ഉണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ പഴുത്ത നാരങ്ങ തന്നെ എടുക്കണം കേട്ടോ. അതെന്താണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എനിക്കത് അറിയില്ലായിരുന്നേ. ഇതുണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 മുളക് മാത്രമാണ് എടുത്തത്. ഇതിന് നമ്മൾ മുളക് പൊടി വേറെ ഇടുന്നുണ്ട്, ഈ മുളകിൻ്റെ ഒരു സ്വാദ് കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ ഇഞ്ചിയും വേണം, വെളുത്തുള്ളിയും വേണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി ചെറുതാക്കി മുറിക്കുക, മുളക് മുറിക്കുന്ന അതേ രീതിയിൽ തന്നെ വെളുത്തുള്ളിയും മുറിക്കുക. അത്ര മാത്രം കഷ്ണങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം തന്നെ എടുക്കണേ. അലൂമിനിയം അത്ര ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പാത്രം എടുത്തിട്ട് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്, വെളിച്ചെണ്ണ ഒഴിക്കുകയേ ചെയ്യാൻ പാടില്ല. നല്ലെണ്ണ ഒഴിച്ചു, കടുകിട്ടു. എന്തൊക്കെ ചെയ്താലും ഈ കറി 2, 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കൂല കേട്ടോ. ഒന്നാമത്തത് കൂട്ടിത്തീരും, രണ്ടാമത്തത് ഇത് പതച്ച് വരുവേ, ഇങ്ങനെ പുളിച്ച് വരും. അതുകൊണ്ട് നമുക്ക് അതിൽ കൂടുതൽ വെക്കാൻ പറ്റൂല. വെളിച്ചെണ്ണയാവുമ്പോൾ കറിയും കൂടി പോവും, അതുകൊണ്ട് വെളിച്ചെണ്ണ എടുക്കരുത്. നല്ലെണ്ണയിൽ കടുക് ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ടത്. മുറിച്ച കഷ്ണമാണെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3ഉം കൂടി ഒരുമിച്ച് തന്നെ ഇട്ടാലും കുഴപ്പമില്ല. എൻ്റെ ഇതിലിപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നേ, അതുകൊണ്ട് നല്ലോണം പൊട്ടിത്തെറിച്ചു. ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കരിവേപ്പില ധാരാളം ഇട്ടോളൂ, എൻ്റെ അടുത്ത് ഇല്ല, എനിക്ക് ഭയങ്കര പിശുക്കാണ്. എൻ്റെ ചെടി ആയി വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് 4 ഇലയേ കിട്ടിയുള്ളൂ, അതാണ് ഇട്ടത്. എത്ര നിങ്ങളുടെ അടുത്ത് കുറേ ഉണ്ടെങ്കിൽ അത്ര ഇട്ടോ കേട്ടോ. മുളക് ഇടുന്നുണ്ട്. മുളകിൻ്റെ എരിവും മുളക് പൊടീൻ്റെ എരിവും കൂടി ആവുമ്പോൾ അധികമായി പോകുന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറയ്ക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് പുളിയൊക്കെയുള്ള ഒരു നാരങ്ങാക്കറി ആയതുകൊണ്ട് എരിവ് അധികം കൂടൂല എന്ന് വിചാരിക്കാം. എന്നാലും 1, 2 മുളക് എടുത്താൽ മതിയേ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന എരിവുള്ള മുളക് പൊടി തന്നെയാണ്, അതാ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് മുളക് അധികം എടുക്കുകയാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതിയേ. മുളക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര റിസ്ക്കാണ്, കരിഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വേഗം വേഗം ഇടണം. ഉപ്പിടാട്ടോ, ഉപ്പിട്ടാൽ ആ ചൂടൊന്ന് കുറച്ച് താന്ന് കിട്ടും. തീ നല്ലോണം ചെറുതാക്കി വെച്ചിട്ടാണ് ചെയ്തത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഓഫാക്കിയിട്ടിട്ട് ചെയ്തിട്ട് പിന്നെ കത്തിച്ചാൽ മതി. നമുക്ക് ഇതൊന്ന് ആയിട്ടുണ്ടേ, അപ്പം നമുക്ക് ഇതിലേക്ക് പുളീൻ്റെ വെള്ളം ഒഴിക്കാം കേട്ടോ. പുളി വെള്ളവും ആ പുളി പൊതിർത്ത പോലത്തെ അതേ പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. ഇതിൽ കഷ്ണത്തിനേക്കാൾ കൂടുതൽ വെള്ളമാണ് ഉണ്ടാവുക, അപ്പോൾ കുറച്ചധികം വെള്ളമായാലും കുഴപ്പമില്ല. എൻ്റെ പുളീൻ്റെ കളറാട്ടോ, കറീൻ്റെ കളറ് മാറിപ്പോയിട്ടുണ്ടേ. നിങ്ങൾ നല്ല ഫ്രഷ് പുളിയാണെങ്കിൽ നല്ല ചുമന്ന കളറാണ് ഉണ്ടാവുക. എൻ്റെത് ഇപ്പോൾ കുറച്ച് കറുത്ത് പോയില്ലേ കറി. അമ്മമ്മ ഇത് പെട്ടെന്ന് ഉണ്ടാക്കും കേട്ടോ. കുഞ്ഞൂന് എല്ലാത്തിൻ്റെ കൂടെ അച്ചാർ വേണം. അപ്പോൾ ഇവളിങ്ങനെ അച്ചാറുണ്ടോ ചോദിക്കും. അവിടെ ആരും അങ്ങനെ അച്ചാർ കൂട്ടുമില്ല. അപ്പം അമ്മമ്മ ആകെ 2, 3 നാരങ്ങയൊക്കെ എടുത്തിട്ട്, അവർ വെള്ളം കലക്കാൻ വേണ്ടി വാങ്ങിയ നാരങ്ങ എടുത്തിട്ടാണ് ഇതുണ്ടാക്കി തരിക. ഭയങ്കര ടേസ്റ്റാട്ടോ. അമ്മമ്മ ഉണ്ടാക്കുന്ന അമ്മമ്മേൻ്റെ സ്നേഹവും കൈപ്പുണ്യവും കൂടി ചേരുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആവുമേ. മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇടാം കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങളെ വീട്ടിലുള്ള ആളുകളും നിങ്ങളും ഒക്കെ ചുമയ്ക്കാൻ തുടങ്ങും കേട്ടോ. ആ ചുമ വന്നു എന്ന് കണ്ടാൽ ഇത് കറക്റ്റായി എന്നാണേ.
അടുത്ത വീട്ടിലുള്ളവരൊക്കെ ചുമക്കുന്നുണ്ടെങ്കിൽ ഇത് പോയി എന്നാട്ടോ അർത്ഥം. നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെല്ലം ചിരവിയത് ഇടുകയാണേ. ഒരു സ്പൂണ് കണക്കാക്കി ഇട്ടാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതിന് 1 സ്പൂൺ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം ഉള്ളത് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ഇടാം. എന്തായാലും മധുരം വേണ്ടാന്ന് വിചാരിക്കരുതേ, മധുരം എന്തായാലും വേണം കേട്ടോ. എരു, പുളി, ഉപ്പ്, കയ്പ്പ് ഇത് എല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ നാരങ്ങാക്കറി കറക്റ്റ് ആവുക. അപ്പം ഞാനിപ്പോൾ ഈ അപ്പപ്പം ചിരവിയാണ് ഇടുന്നത്. 1 സ്പൂണോളം ഉണ്ടാവും. അത്രയാണ് ഞാനിപ്പോൾ ഇട്ടത് കേട്ടോ. 1 സ്പൂണോളം എന്തായാലും വേണേ, എന്നാലേ ഇത് ബാലൻസ് ആവുള്ളൂ കേട്ടോ. ഒരു നുള്ളൊന്നും പോരാ മധുരം. പഞ്ചസാരയൊന്നും എടുത്തിടരുതേ, വെല്ലം തന്നെ ഇടണം കേട്ടോ. പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്വാദേ മാറിപ്പോവും. വെല്ലം ഇല്ലെങ്കിൽ നിങ്ങൾ ഇടാണ്ടാന്ന് വെച്ചാൽ മതി കേട്ടോ. പഞ്ചസാര എടുത്തിടരുതേ എന്തായാലും. ഞാൻ ഇപ്പോൾ ഇട്ടത് 1/4 സ്പൂണ് കായത്തിൻ്റെ പൊടിയാണ്. ഒരു കായം ഇട്ടതിനേക്കാൾ കുറച്ചും കൂടി അധികം ഉലുവ വറുത്ത് പൊടിച്ച പൊടി, അതും കൂടിയാട്ടോ ഇട്ടത്. ഇത്രയും നേരം കൊണ്ട് തന്നെ നമ്മളെ പുളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് നമ്മളുടെ നാരങ്ങ മുറിച്ച് വെച്ചതില്ലേ അത് ഇടാട്ടോ. ഈ നാരങ്ങ ഇപ്പം തന്നെ അങ്ങോട്ട് സോഫ്റ്റ് ആവുമൊന്നുമില്ല. ഒരു ദിവസമൊക്കെ കഴിയണം. അപ്പത്തേക്ക് ഈ കറി ഒന്നുകിൽ തീരും അല്ലേ കേടാവേ. 1-2 ദിവസം ഇതിങ്ങനെ തുറന്നു വെച്ച് നമ്മൾ എടുക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഇതിനി അധികം ഇട്ട് തിളപ്പിക്കരുത്. എന്നാൽ തിളയ്ക്കുകയും വേണം. നമ്മളെ കഷ്ണത്തിനൊക്കെ ഒരു വാട്ടം വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. നാരങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലോണം ചൂട് പിടിക്കട്ടെ. തിളയ്ക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു സമയത്താണ് പച്ച നാരങ്ങ ഇട്ടത് അബദ്ധമായി എന്ന് എനിക്ക് തോന്നി. അബദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നമായി എന്നല്ല, പച്ച ഇടണ്ടായിരുന്നു, പഴുത്തത് തന്നെ നോക്കി ഇട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നിയേ. കാരണം അത് ഒന്ന് ആവാൻ കുറച്ചും കൂടി സമയം എടുത്ത പോലെ തോന്നി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും പഴുത്തത് തന്നെ എടുക്കണേ. ചാനലിൽ വേറെയും കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ 1-2 വീഡിയോയും കൂടി കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിങ്ങനെ ആക്കി വെച്ചാൽ 1-2 ദിവസം ദോശയ്ക്ക് പിന്നെ ചമ്മന്തി ഒന്നും അരയ്ക്കേണ്ട പണിയില്ല കേട്ടോ. എനിക്ക് കുക്കിംഗ് ചെയ്യാൻ നല്ല മടിയുള്ള ആളാണ്. അങ്ങനെ മറ്റുള്ളവരുടെ ഭാഷയിൽ തെണ്ടി നടക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ട്രാവൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ വിചാരിച്ചത്. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കുക്കിംഗ് വീഡിയോസാണ് കേട്ടോ. കൂടുതലും എനിക്ക് വ്യൂസ് കിട്ടുന്നത് ഞാൻ പോകുന്ന സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ടേ. ഇനി വരാനും ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കിക്കോ. അപ്പോൾ നമ്മളുടെ നാരങ്ങാക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. നാരങ്ങ ഒന്നും സോഫ്റ്റ് ആയിട്ടേ ഇല്ല കേട്ടോ. നാരങ്ങ ഓവർ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരും വല്ലാതെ. ഈ ഒരു പാകമാണെങ്കിൽ കയ്പ്പൊന്നും വരൂല, നാരങ്ങേൻ്റെ സ്വാദും വരുകയും ചെയ്യുവേ. ഈ മണവും ഇതും കൂടി കാണുകയും കൂടി ചെയ്യുമ്പോൾ വായിൽ വെള്ളം വരും കേട്ടോ. എന്തായാലും കുറച്ചെടുത്തിട്ട് സ്വാദ് നോക്കിയിട്ട് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പം അത് ഇട്ടിട്ടുണ്ടേ. കണ്ടോ, വല്ലാതെ വെള്ളം പോലെയും അല്ല കേട്ടോ ഇതുള്ളത്. എന്നാൽ വെള്ളം ഉണ്ട് താനും. എനിക്ക് ലേശം ഉപ്പിൻ്റെയും കൂടി ആവശ്യം ഉണ്ടായിരുന്നു, അപ്പം അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്ര വേണ്ട, അതിൻ്റെ പകുതി. ഇതിനി ഈ പാത്രത്തിൽ തന്നെ വെക്കാൻ പറ്റില്ല കേട്ടോ. 2 ദിവസം കൊണ്ട് കഴിയും. എന്നാലും സ്റ്റീൽ പാത്രം ഉണ്ടാക്കി, അലൂമിനിയം തീരെ എടുക്കണ്ടെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ ചില്ല് കുപ്പിയിലേക്ക് മാറ്റി വെക്കണം കേട്ടോ, പ്ലാസ്റ്റിക്കിലും വെക്കണ്ട. ഞാനിപ്പോൾ ഇത് ദോശയ്ക്ക് കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കിയത്. ബാക്കി നാരങ്ങ ഇവിടെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് ദോശ ഉണ്ടാക്കുമ്പോൾ ലേശം കട്ടിയുള്ള ദോശയ്ക്കാണേ കൂട്ടാൻ സ്വാദ്. നേരിയ ക്രിസ്പി ആയിട്ടുള്ള ദോശയ്ക്കല്ല, ഒരു ലേശം കട്ടിയുള്ളല്ലേ തട്ട് ദോശേൻ്റെ കുറച്ചും കൂടി വലുത്, അങ്ങനത്തെ ദോശയ്ക്കാണേ ടേസ്റ്റ് കൂടുക. എൻ്റെ ദോശത്തട്ടും ദോശയ്ക്കും ഒക്കെ ഒരേ കളറാട്ടോ. അധികം ഉണങ്ങാത്ത ഇങ്ങനെ കുഴഞ്ഞു കളിക്കുന്ന ഒരു ദോശയില്ലേ, അതിന് കൂട്ടുമ്പോഴാണേ അങ്ങനത്തെ ദോശ ഉണ്ടാക്കുന്നതാണ് നല്ലത്, ഈ ഒരു ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിനാവുമ്പോൾ ഒരു സൈഡിൽ ഒഴിച്ചാൽ നിൽക്കൂല, ചോറിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം. അങ്ങനെയാകുമ്പോൾ കൂട്ടാൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആവുമേ. കഷ്ണം നമ്മളിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ, ഇത് ചൂടൊന്നും ആറിയിട്ടൊന്നുമില്ല. കഷ്ണം പദം പിടിക്കാനൊന്നും ആയിട്ടില്ല. ഇത് ഉണ്ടാക്കിയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്, എന്നിട്ടും എൻ്റെ വായിൽ വെള്ളം വരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ.
ഞാനിത് കൃത്യം 3 നാരങ്ങ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒരു 2 നാരങ്ങയെങ്കിലും മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. വലിയ പണിയൊന്നുമില്ലല്ലോ, വേഗം കഴിയൂലേ. ഇത് കുറേ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല കേട്ടോ, പെട്ടെന്ന് കേടായി പോവേ. ഞാനിപ്പോൾ ഇത് ചെറിയൊരു ചില്ലുകുപ്പിയിൽ എടുത്ത് വെക്കുകയാണേ. ഫ്രിഡ്ജിൽ വെച്ചാലും വെച്ചില്ലെങ്കിലും 3 ദിവസം കൊണ്ട് ഇത് കേടാവും. അപ്പോൾ വേഗം കൂട്ടി തീർക്കുന്ന പാകത്തിന് കുറച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നാരങ്ങേൻ്റെ കഷ്ണം വേണമെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കി മുറിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യാത്തവർ. ചക്കക്കുരു ഒക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചക്കക്കുരുവിൻ്റെ കുറേ വിഭവങ്ങൾ നമ്മളെ ചാനലിലുണ്ട്. ഒന്ന് ജസ്റ്റ് കയറി കണ്ടിട്ട് ഉണ്ടാക്കിയൊക്കെ നോക്ക് കേട്ടോ.